ആനയെ വാങ്ങാൻ കാശുണ്ട്, തോട്ടി വാങ്ങാൻ കാശില്ലെന്ന് പറയുന്നത് പോലെയാണ് ഇടുക്കിയിലെ ഈ ഉപ്പുതറ ആശുപത്രിയുടെ അവസ്ഥ. എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും സാധാരണക്കാരൻ ചികിത്സ ലഭ്യമാക്കാൻ ഒരു ഡോക്ടറോ മറ്റ് ജീവനക്കാരോ ഒന്നുമില്ല. കാലങ്ങളായി തുടരുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ, ഈ അവസ്ഥയ്ക്കെതിരെ നാട്ടുകാർക്കും ചിലതൊക്കെ പറയാനുണ്ട്. അതെന്താണെന്ന് കൂടി കേൾക്കാം സന്ദീപിലേക്ക്. ഉപ്പുതറ CHSയുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ ശോചനീയാവസ്ഥയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആദിവാസികളടക്കമുള്ള വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാരായവർക്കും തോട്ടം തൊഴിലാളികൾക്കുമൊക്കെ ഏക ആശ്രയമായിട്ടുള്ളൊരു ആശുപത്രിയാണ് ഇവിടെ ഉള്ളത്. വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ചികിത്സ ലഭ്യമാകുന്ന തരത്തിൽ ഡോക്ടർമാരും അതുപോലെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. ഇത് ഡോക്ടർ EK സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ റൂം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂട്ടിക്കിടക്കുന്നത് കാണാം. തൊട്ടപ്പുറത്തേക്കുള്ള ഓരോ കൗണ്ടറും 4 കൗണ്ടറുകൾ ഡോക്ടർമാരുടേതുണ്ട്. ആ 4 കൗണ്ടറുകളും ഇവിടെ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതാണ്ട് ഒരു ദിവസം 300ഓളം രോഗികൾ ഇവിടെ എത്തി മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഇവിടുത്തെ കുറച്ച് പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. ഇവിടെ എത്ര ഡോക്ടർമാരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ 5 ഡോക്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം മെഡിക്കൽ ഓഫീസറുടെ സൂപ്രണ്ട് ചാർജ് വഹിക്കുകയാണ്. ഇവിടെ വ്യാഴാഴ്ചകളിലും ആഴ്ച 2 ദിവസം കണ്ണമ്പടി, മേമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവിടുന്ന് ഡോക്ടർമാർ പോയി OP ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം അതും ഇതൊരു മദർ PHC ആയിരുന്നു. ഇത് ഹൈറേഞ്ചിൽ തന്നെ ഏറ്റവും ആദ്യ ഹോസ്പിറ്റലിൽ ഒന്നാണ്. അത് PHC ആയിരുന്നു. ആദ്യമേ ഡിസ്പെൻസറി ആയിരുന്നു, പിന്നെ PHC ആയിട്ട് ഉയർത്തി, പിന്നെ CHC ആയിട്ട് ഉയർത്തി. പക്ഷേ ഈ പേരുകൾ മാത്രം മാറ്റം വരികയല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടുള്ളത് വ്യക്തമായ യാഥാർത്ഥ്യം. ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ എല്ലാ കുടിയേറ്റത്തിൻ്റെയും ഒരു സാക്ഷ്യപത്രമായിട്ട് നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് ഇവിടെ. നമ്മളിപ്പോൾ എടുത്തു വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിൽ ചെന്നാലും ഉപ്പുതറ ആശുപത്രിയായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾ പോലും കാണത്തില്ല. കുടിയേറ്റ കാലം മുതൽ ആശ്രയിച്ചിരുന്ന ആളുകൾക്ക് ആശ്രയമായിരുന്ന ഒരു ആശുപത്രി ഇന്ന് നിർജ്ജീവമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റ് ആളുകളൊക്കെ എവിടെയായിരിക്കും പോവുക? കട്ടപ്പന പ്രൈവറ്റ് ആശുപത്രികളിലേക്കാണ് പോകുന്നത്. 20 ഏക്കർ ആശുപത്രി. 20 ഏക്കർ ആശുപത്രിയിലും മതിയായ ചികിത്സകൾ കിട്ടാറില്ല. അതുകൊണ്ട് സെൻറ്റ് ജോൺസുകൾ അങ്ങനെ പ്രൈവറ്റ് ആശുപത്രിയിൽ ആണ് കൂടുതൽ ആൾക്കാരും അഭയം തരുന്നത്. ഇവിടെ ആശുപത്രി വന്നായിരുന്നു? വന്നായിരുന്നു. ഇപ്പം ഒരു ഡോക്ടറേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 226ാമത്തെ നമ്പറാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അതെ ഡോക്ടറെ കണ്ട് മരുന്നും തന്നു. പക്ഷേ മരുന്നൊന്നും ഇല്ല. അത്യാവശ്യം പനിയും ജലദോഷത്തിനൊക്കെ വന്നാൽ പോലും മരുന്നില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. തോട്ടമേഖലകളിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. തോട്ടമേഖലയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 1 മണിയാകുമ്പോഴത്തേനും ഡോക്ടർ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോവുകയാണ് ചെയ്യുന്നത്. 1 മണി വരെ അവർ ഡ്യൂട്ടി നോക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് ആളില്ല. ഒത്തിരി പേര് വന്നിട്ട് തിരിച്ചു പോകുന്നു. എന്താ നിങ്ങളുടെ നാട്ടുകാരുടെ ഒരു തീരുമാനം എന്നാ ഇനി മുമ്പോട്ട്? നാട്ടുകാർ ഇപ്പോൾ സമരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ല, ഇങ്ങനെ കിടക്കുമായത്. നാട്ടുകാരാകെ വലഞ്ഞിരിക്കുകയാണ്. ഇവരുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മരുന്ന് ആവശ്യത്തിനില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഡോക്ടറുടെ സേവനം കൃത്യമായില്ല. 5 ഡോക്ടർമാരുള്ളിടത്താണ് ഇപ്പോൾ ഒരു ഡോക്ടർ ഉള്ളത്. ആ ഒരു ഡോക്ടറുടെ സേവനം 1 മണി വരെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇവിടുത്തെ ആളുകൾക്ക് യാതൊരു വിധമായ ഉപകാരവും ഇല്ലാത്ത തരത്തിലേക്ക് ഈ ആശുപത്രി മാറിയിരിക്കുന്നു. ഹൈറേഞ്ചിലെ ആദ്യകാല ആശുപത്രികളിൽ ഒന്നാണ്, സർക്കാർ ആശുപത്രികളിൽ ഒന്നാണ്. ഈ മേഖലയാകെ ആശ്രയമായി നിൽക്കുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരും പൊതുപ്രവർത്തകരും വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക്, ആ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമല്ലാതെ ഇവരുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല എന്നാണ് പറയുന്നത്. ആ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനുള്ള ഒരു തീരുമാനത്തിൽ കൂടിയാണ് നാട്ടുകാർ.